നിന്ന് വന്നത്. കൊടുവള്ളിയിൽ വീട് കുത്തി തുറന്നാണ് വൻ കവർച്ച ഉണ്ടായത്. കിഴക്കോത്ത് കച്ചേരിമുക്കിലെ ആളില്ലാത്ത വീട്ടിൽ നിന്നും 35 പവനോളം സ്വർണം അപഹരിച്ചു. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിദ്ദിഖ് താമരശ്ശേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സിദ്ദിഖ്, കാസർഗോഡ് മോഷണത്തെക്കുറിച്ച് ബൈജു പറഞ്ഞ ഈ കാസർഗോഡ് മോഷണം നടത്താനെത്തിയ വീട്ടിൽ അവിടെ നിന്നും കള്ളനൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഈ കൊടുവള്ളിയിലേക്ക് വരുമ്പോൾ 35 പവനോളം സ്വർണം നഷ്ടപ്പെടുന്നു. നമ്മളിപ്പോൾ പല കേസുകളിലും നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, സ്വർണത്തിന് വലിയ വിലയുണ്ട്. സ്വർണവും പണവുമൊന്നും വീടുകളിൽ സൂക്ഷിച്ചിട്ട് മറ്റ് യാത്രകൾ പോകരുത്. പക്ഷെ എത്ര പറഞ്ഞാലും ആളുകൾ വീണ്ടും ഇതേ രീതിയിൽ വീട്ടിൽ ഇതൊക്കെ സൂക്ഷിച്ചിട്ട് പോകും. കള്ളന്മാർ അത് മോഷ്ടിച്ചുകൊണ്ട് പോകും. പിന്നെ വലിയ കേസും മറ്റ് നടപടികളുമാകും. ഇവിടെ എങ്ങനെയാണ് മോഷണം നടന്നത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ടോം, ഈ വീട്ടില് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിഴക്കോത്ത് കച്ചേരിമുക്കിൽ താളിയിൽ മുസ്തഫ എന്നയാളുടെ വീടാണ്. ഇദ്ദേഹം പ്രവാസിയാണ്. വീട്ടിൽ ഭാര്യ നസ്നയും അതുപോലെ മക്കളുമാണുള്ളത്. ഇവർ ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയി. എന്നാൽ ഞായറാഴ്ച രാവിലെ തൊട്ടടുത്ത വീട്ടിലുള്ള ഈ മുസ്തഫയുടെ മാതാവ് ഇവിടെ വീട്ടിൽ എത്തി നോക്കിയ സമയത്ത്, കാരണം രാത്രിയിൽ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ടടുത്ത വീടായി ഇവര് അത് വെറുതെ വന്നു നോക്കിയതാണ്. വന്നു നോക്കിയ സമയത്താണ് പിൻഭാഗത്ത് അടുക്കളയുടെ ഭാഗം ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത നിലയിൽ വാതിൽ തുറന്നിട്ട നിലയിലായിട്ട് കാണുന്നത്. ഈ സമയത്ത് ഇവർ കരുതി വാതിൽ അടക്കാൻ മറന്നതോ മറ്റോ ആയിരിക്കാം എന്നാണ് കരുതിയത്. എന്നാൽ അടുക്കള വാതിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ വാതിലിന്റെ ലോക്ക് പൊളിച്ചിട്ടതായിട്ട് കാണുന്നു. ഈ സമയത്ത് ഇവർക്ക് സംശയം വന്നു. മാത്രമല്ല ചെറിയ രീതിയിലുള്ള വസ്തുക്കളൊക്കെ വാരി വലിച്ചിട്ട രീതിയിലും ഇവർ അടുക്കള ഭാഗത്ത് കാണുന്നു. അങ്ങനെ ഇവരുടെ മുസ്തഫയുടെ മാതാവ് മറിയ ഉടൻ തന്നെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളെ വിളിക്കുകയും അതുപോലെ നസ്നനെ വിളിച്ച് അറിയിക്കുകയുമായിരുന്നു. അങ്ങനെ ഇവർ വീടിന്റെ 1ാം നിലയിൽ പോയി പരിശോധിച്ച സമയത്താണ് ഇവിടെയുള്ള അലമാരയിൽ സൂക്ഷിച്ചിരുന്നത് ഏകദേശം 32 പവൻ എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. നേരത്തെ നമുക്ക് 35 പവനോളം എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 32 പവൻ എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവരുടെ നസ്നയുടെയും അതുപോലെ മക്കളുടെയും ആഭരണങ്ങളാണ്. ഇവര് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയം ആയതുകൊണ്ട് ഈ ആഭരണങ്ങൾ ഉപയോഗിക്കാതെ അവിടെ അലമാരയിൽ പൂട്ടി വെച്ചതായിരുന്നു. ഈ അലമാരയുടെ ലോക്കും തകർത്തിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ള ഡോഗ് സ്ക്വാഡ് പോലീസ് നായ ഇവിടെ നിന്ന് ചില വസ്തുക്കളുടെ മണം പിടിച്ച് വീടിന് പിൻവശത്ത് കൂടെയും അതുപോലെ ഇവരുടെ തറവാട് വീടായിട്ടുള്ള ആ വീടിന്റെ പിൻവശത്ത് കൂടെയും പോയി പിന്നീട് റോഡിലേക്ക് എത്തി. റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡിലൂടെ മറ്റൊരു ഊട് വഴിയിലേക്ക് എത്തി. റോഡിന്റെ മറുവശത്ത് കുറച്ച് അല്പം മുന്നോട്ട് പോയിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്ക് എത്തി. വീണ്ടും ഒരു തവണ കൂടെ ഈ പോലീസ് നായ ഇത്തരത്തിൽ മണം പിടിപ്പിച്ച സമയത്തും ഇതേ രീതിയിൽ തന്നെ ഈ ഭാഗത്തേക്കാണ് പോലീസ് നായ ഓടിയിരിക്കുന്നത്. അതായിരുന്നാലും ഈ ഭാഗത്ത് എത്തി അവിടെ നിന്നും മോഷ്ടാവ് വാഹനത്തിൽ കയറിയോ മറ്റോ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാവുന്നത്. ഈ പ്രദേശത്തൊന്നും CCTV ക്യാമറ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഈ വീട്ടിലോ അതോ അല്ലെങ്കിൽ പരിസരത്തോ തൊട്ടടുത്തൊരു ചെറിയ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവിടെയൊന്നും CCTV ക്യാമറ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇനി ആകെയുള്ള ഒരു ആശ്വാസം വിരലടയാളമാണ്. വിരലടയാളം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ലഭിക്കും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈബർ സെല്ലിന്റെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. സൈബർ സെല്ലിൽ ഏതെങ്കിലും രീതിയിലുള്ള മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധന ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു. ഇതെന്നാണ് വലിയ പ്രദേശത്തെ ആകെ ഭീതിയിലാക്കിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിൽ ആളുകളുണ്ട്. ഇവർ പറയുന്നത് രാത്രിയിൽ ചെറിയ ശബ്ദം 12:15 കൂടി വീടിന്റെ പിൻഭാഗത്ത് നിന്ന് ചെറിയ ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രില്ലിന് തട്ടിയതായിട്ടുള്ള ഒരു സൂചന ഇവർ പറയുന്നു. പോലീസിന് എന്തെങ്കിലും സൂചനയുണ്ടോ സിദ്ദിഖ്, ഈ വീടുമായി അടുപ്പമുള്ളവരോ? കാരണം ഇവിടെ കാര്യമായി ഇതിനു മുൻപ് ഈ കവർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു സ്ഥലമായതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ വീടുമായി അടുപ്പമുള്ളവരോ മറ്റോ ആണോ ഈ മോഷണത്തിന് പിന്നിൽ? അതോ സാധാരണഗതിയിൽ നമുക്കറിയാം ഇതര സംസ്ഥാന സംഘങ്ങളടക്കം കവർച്ചയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഇതര സംസ്ഥാന കവർച്ചാ സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതോ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള അവരിലേക്കാണോ? ടോം, ഈ കുടുംബവുമായി ബന്ധപ്പെട്ടവർ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ കുടുംബത്തെ കൃത്യമായി അറിയുന്നവർ എന്ന് പറയേണ്ടി വരും. കാരണം ശനിയാഴ്ച രാവിലെയാണ് ഇവർ വീട്ടിൽ നിന്ന് പോകുന്നത്. ഈ ഒരു ദിവസം കൃത്യമായി മനസ്സിലാക്കി ഇവർ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയാണ് മോഷ്ടാവ് എത്തിയത് എന്ന് പറയേണ്ടി വരും. അതിനാൽ തന്നെ അല്ലെങ്കിൽ പരിസരം കൃത്യമായി നിരീക്ഷിച്ച രീതിയിലുള്ള ആളുകളാവണം. ഇതര സംസ്ഥാനക്കാരാണ് എന്ന രീതിയിലേക്കുള്ള സൂചനകളൊന്നും ഏതായിരുന്നാലും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ പ്രദേശത്തെ ഊടുവഴികൾ ഉൾപ്പെടെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള
ആളുകളാവണം എന്നാണ് പോലീസ് കരുതുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ പോലീസ് അതീവ ജാഗ്രതയോടെ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം 32 പവൻ എന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയുടെ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. മാത്രമല്ല ജനവാസ കേന്ദ്ര പൊതു റോഡിന്റെ അതായത് പ്രധാന മെയിൻ റോഡിനോട് ചേർന്നുള്ള വീടാണ്. തൊട്ടടുത്ത് തന്നെ മറ്റു വീടുകൾ ഉണ്ട് എന്നതും ഇതിൽ പോലീസിനെയും നാട്ടുകാരെയൊക്കെ ആശങ്കയിലാക്കുകയാണ്. അത്രയും ജനവാസ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു വലിയ കവർച്ച നടന്നപ്പോൾ അത് വലിയൊരു ഭീതി തന്നെയാണ് പ്രദേശത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പോലീസും അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഇന്നും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ച സമയത്ത് പറയുന്നത് വലിയ രീതിയിലുള്ള അന്വേഷണം ഇത് സംബന്ധിച്ച് നടക്കുന്നു എന്ന് തന്നെയാണ് ടോം. വ്യക്തമാണ്. സിദ്ദിഖാണ് താമരശ്ശേരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊടുവള്ളിയിലെ അടച്ചിട്ട വീടിൽ നിന്നാണ് 35 പവനോളം സ്വർണം മോഷ്ടാക്കൾ കൊണ്ടുപോയത്. കവർച്ചാ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവിൽ